ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹാളിൽ കിടക്കാനായിട്ട് വേദയ്ക്ക് ഇപ്പോൾ ഭയങ്കര പേടിയാവും മനസ്സിൽ. അങ്ങനെ വിക്രമിൻ്റെ റൂമിൽ തന്നെ പോയി കിടക്കുകയാണ് കേട്ടോ. വിക്രം എത്രയൊക്കെ പറഞ്ഞിട്ടും വേദ പോയി മാറിക്കിടക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ നിങ്ങൾ കൂടുതൽ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, ഇത് എൻ്റെ ഭർത്താവിൻ്റെ റൂമാണ്, ഞാൻ ഇവിടെ തന്നെ കിടക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് വേദ അവിടെ നമ്മുടെ കമലാമ്മ കൊടുത്ത ഫാനൊക്കെ ഓണാക്കി വെച്ചിട്ട് വേദ ഇങ്ങനെ തറയിൽ പാവിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇതേസമയം വേദയാണെങ്കിൽ തൻ്റെ റൂമിൽ വന്നുകൊണ്ട് തന്നെ വിക്രം റൂമൊക്കെ തുറന്നിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടാകില്ല. അങ്ങനെ വേദ ഇങ്ങനെ ഞാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണടച്ച് പതിയെ മയക്കത്തിലേക്ക് പോവാണേ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പതുക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഈ വേദാൾ ഉറങ്ങിയോ എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോഴാണ് വിക്രം ശരിക്കും വേദയൊന്ന് കാണുന്നത് പോലും കേട്ടോ. അങ്ങനെ എപ്പോഴും നോക്കുമ്പോഴും ദേഷ്യപ്പെട്ടിട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വേദയെ ഇങ്ങനെ വിക്രം നോക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ കണ്ണെടുക്കാതെ വിക്രം ഇങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തൻ്റെ കട്ടിലേക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം ഇങ്ങനെ പോയി കിടന്നിട്ട് വീണ്ടും കിടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒന്നും കൂടി വിഷം ഇങ്ങനെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഈ വേതാളം എന്നെ വിട്ടു പോവില്ലെന്നാ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം ഇങ്ങനെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വേദ ഇങ്ങനെ ഞെട്ടി ഉണരുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ ഞെട്ടി ഉണർന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ വിക്രം കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അങ്ങനെ ഒരു സമാധാനത്തോടു കൂടി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ കാണുമ്പോഴും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിക്രമിനെ കുറച്ചു നേരം നോക്കിയതിന് ശേഷം വേദയും തിരിഞ്ഞു കിടക്കുകയാണേ. ഇതേസമയം രാത്രി നന്നായിട്ട് വൈകിട്ടുണ്ടാവും, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ വേദ ഇങ്ങനെ ചെറുതായിട്ട് മയക്കത്തിലേക്ക് വരുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. വിക്രമിനെ കുറിച്ചുള്ള വിക്രമിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വേദ ഇങ്ങനെ പതിയെ മയങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേസമയം അഭിലാഷ് വീടിന് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിക്രമിനെ വകവരുത്താനായിട്ട് തന്നെയാണ് കേട്ടോ അഭിലാഷ് എത്തിയിട്ടുള്ളത്. അഭിലാഷ് ഒരു കത്തിയൊക്കെ ആയിട്ടാണ് വരുന്നത്. മതിൽ ചാടി പുറത്തു വരുന്ന അഭിലാഷ് നോക്കുമ്പോഴേക്കും വിക്രമിന്റെ റൂം തുറന്നു കിടക്കുകയാണല്ലോ, ലൈറ്റും കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴേക്കും വിക്രം നല്ല ഉറക്കത്തിലാണല്ലോ. അഭിലാഷ് പതിയെ വാതിൽ തുറന്ന് നമ്മുടെ വിക്രമിന്റെ മുകളിലേക്ക് ചാടി കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഇതൊന്നും അറിയുന്നില്ല, നല്ല ഉറക്കത്തിലായിരിക്കും. എന്നാൽ അനക്കം കേട്ടിട്ട് നമ്മുടെ വേദ ഞെട്ടി ഉണരുന്നുണ്ട് കേട്ടോ. വേദ ഞെട്ടി ഉണർന്നിട്ട് അയ്യോ വിക്രം എന്നിങ്ങനെ വിളിച്ചു പറയുകയാണേ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ഞെട്ടി ഉണരുമ്പോൾ നോക്കുമ്പോഴത്തേക്കിനും അഭിലാഷ് തന്നെ ഇങ്ങനെ പുറത്ത് കയറി ഇരുന്നിട്ട് കുത്തിന് പിടിച്ചിരിക്കുകയാണ്. അഭിലാഷിന്റെ കയ്യിൽ കത്തിയുണ്ട്. ഇതേസമയം വേദ ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ തള്ളി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയോട് ഇങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് വിക്രം ചാടി എഴുന്നേറ്റിട്ട് അഭിലാഷുമായിട്ട് നല്ല വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ചാടി എഴുന്നേറ്റ് അടിക്കാൻ പോകുമ്പോഴേക്കും അഭിലാഷ് അവിടെ നിന്ന് തിരിഞ്ഞ് മതിൽ ചാടി ഓടുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വേദ നന്നായിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ വിറച്ചൊരു മൂലയിലേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം പുറത്തെല്ലാം പോയി നോക്കിയിട്ട് വന്നിട്ട് അഭിലാഷ് പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും റൂമിലേക്ക് കയറി വരുമ്പോഴേക്കും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന വേദയെ കാണുമ്പോഴേക്കും ഇങ്ങനെ വിക്രം ഇങ്ങനെ വല്ലാത്ത സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം ഇത്, വീട്ടിലേക്കും കൊലയാളികൾ എത്തി തുടങ്ങിയോ, എന്താ വിക്രം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് വാവിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, എന്തായാലും നീയാണ് കറക്റ്റ് സമയത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ വിക്രമാണെങ്കിൽ വേദയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിട്ടിരിക്കെ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കട്ടിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതം രക്ഷിച്ചത്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ, എന്നും ഇതുപോലെ തന്നെ എന്നെ രക്ഷിക്കാൻ ആളുണ്ടായെന്ന് വരില്ല, ആരുടെയെങ്കിലും കത്തിമുനയിൽ തീരേണ്ടതാ എൻ്റെ ജീവിതം എന്നിങ്ങനെ ചിലപ്പോൾ നിന്നെയും അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്,
ഒരു പക്ഷേ നീ ഒന്ന് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോ, അതാ നിനക്ക് നല്ലത്. ഇത് കേട്ടിട്ട് വേദ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇത്രയൊക്കെ കണ്ടിട്ടും നിനക്ക് മതിയായിട്ടില്ലേ? നീ പറയുന്നത് പോലെ ഈ താലിയുടെ പേരിൽ നിന്റെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം ഇത് കണ്ടിട്ടൊന്നും എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊക്കെ സംഭവിക്കുമെന്ന് ഇതൊക്കെ ഞാൻ നേരത്തെ ചിന്തിച്ചു വെച്ചിരുന്നതാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ അച്ഛനും പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ അച്ഛനും നന്നായിട്ട് അറിയാം. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നിക്ക് ഇങ്ങനെ പറയുകയാണ് കേട്ടോ വേദ. നിങ്ങളൊന്ന് നേരെയായി കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അച്ഛന് നല്ല പേടി. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, അഭിലാഷിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നേരെ ഒന്ന് വെളുത്തോട്ടെ, അവനെ ഞാൻ കൊന്നുകളയും. ഇത് കേട്ടിട്ട് വേദയ്ക്ക് വീണ്ടും ദേഷ്യം വരികയെന്ന് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി അഭിലാഷിനെ കൊല്ലും, എന്നിട്ട് ജയിലിൽ പോയി കിടക്ക്. അപ്പോഴേക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷമാവുമായിരിക്കും അല്ലേ? നിങ്ങളെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഇവിടെയില്ല. ഇവിടെ നടന്ന സംഭവം ഞാനും വിക്രവും മാത്രമേ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. ഇതാരോടും ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ എല്ലാം മറന്നേക്ക്. ഇനിയും പ്രശ്നത്തിൽ പോയി ചാടല്ലേ വിക്രം. അച്ഛനെയും അമ്മയും ഒക്കെ ആയിരിക്കും അവർ ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത്. അതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോലും നിങ്ങൾക്കിപ്പോൾ കഴിയുന്നില്ല. എന്തിനാ വിക്രം, ആർക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, നീ നന്നായി പേടിച്ചില്ലേ വേദ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, വിധി ഇതായിരിക്കും. ഉമാമഹേശ്വരിയുടെ തീരുമാനം കൊണ്ടല്ലേ ഞാൻ എന്തായാലും ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉമാമഹേശ്വരി തന്നെ നോക്കിക്കോളും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് വേദ പറയാണ്, ഇനിയിപ്പോൾ ഇതെല്ലാം എനിക്ക് സഹിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുക, ഞാനൊന്ന് കിടക്കട്ടെ. എപ്പോഴേക്കും വേദ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രമിങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല. വിക്രമാണെങ്കിൽ അഭിലാഷിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. വേദ എഴുന്നേറ്റിട്ടിങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം കണ്ണു തുറന്നിട്ടിങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, വിക്രം ഉറങ്ങിയില്ലേ? എന്താ ഇനിയും അവൻ വരുമോ എന്ന് ടെൻഷനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എൻ്റെ കിടക്കയെല്ലാം എടുത്തോണ്ട് പോയി, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കിടന്നോളാം, നീ ഉറങ്ങിക്കോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ വിക്രമിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവേ വന്നില്ല. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വേദ ഇങ്ങനെ ഉണർന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, നിങ്ങളുടെ മുഖമെല്ലാം വല്ലാണ്ടിരിക്കുന്നല്ലോ, നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിന്റെ കിടക്കയെല്ലാം ഒന്ന് എടുത്തുകൊണ്ട് ഇവിടെ നിന്നൊന്ന് ഇറങ്ങിത്തരുമോ, മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നു, ഒന്ന് സമാധാനമായിട്ട് ഞാനൊന്ന് ഇരുന്നോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വേദയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളിങ്ങനെ ഏത് നേരവും ചാടിക്കടിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലേ? ഇനിയെങ്കിലും ഒന്ന് അടങ്ങ് വിക്രം, ഇനി ദേവി ഇത് തല്ലാനും കൊല്ലാനും ഒന്നും പോകല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം അടുക്കളയിൽ ഇരുന്നുകൊണ്ട് നന്ദിനി ഇങ്ങനെ കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയമ്മേ, ഇതുവരെ രാവിലെ അവളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനിയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ വിക്രമിൻ്റെ റൂമിലാണ് കിടന്നുറങ്ങിയത്. ഇത് കേട്ടിട്ട് അമ്പരന്ന് കമലത്തെ ഇങ്ങനെ നന്ദിനി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, വിക്രമൊന്നും പറഞ്ഞില്ലേ മോളെ എന്നിങ്ങനെ കമലാമ്മ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, ഇപ്പോൾ എന്നോട് വലിയ സ്നേഹമാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നന്ദിനീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ എന്നിട്ട് പറയാണ്, വിക്രമിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഞാൻ വിക്രമിനെ നോക്കി ഇരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിന് ചായയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിന് ചായ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴേക്കും മാഷാണെങ്കിൽ രാവിലെ പറമ്പിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കണ്ടുപിടിക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 നേരം തിന്നാൻ തരാൻ വേണ്ടിയിട്ടല്ലേ ആ മനുഷ്യൻ ഈ പ്രായത്തിലും കിടന്ന് അധ്വാനിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നിങ്ങൾക്ക് ഇതൊന്ന് തിരിച്ചു കൊടുത്തുകൂടെ ഈ സ്നേഹവും ഒക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. നീ എൻ്റെ അച്ഛൻ്റെ സ്നേഹം നീ എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട,
നീ ഒന്ന് പോകാൻ നോക്കുന്നിങ്ങനെ പറയാണ് കേട്ടോ. അത് കേട്ടിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ടേ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് വന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട്, നീ നിന്റെ മക്കളെയും മരുമക്കളെയും ഒന്ന് വിളിക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്താ മാഷേ, എന്താ പ്രത്യേകിച്ച് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും താനൊന്ന് വിളിക്കടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് എല്ലാവരെയും കൂടി വേദയും ശ്രീജയും നന്ദിനിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, അമ്മ ഈ ആഴ്ചയിൽ തന്നെ ഇവിടെ എത്തും. നിങ്ങൾ ആരും ഈ വേദ ആരാണെന്ന് ചോദിച്ചാൽ വിക്രമിൻ്റെ ഭാര്യയാണെന്നോ വിക്രമിൻ്റെ വിവാഹം കഴിഞ്ഞെന്നോ ഒന്നും ആരും പറയാൻ നിൽക്കണ്ട. ഈ നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുവാണ് എന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മാഷേ നിങ്ങൾ കള്ളത്തരം പറയുന്നത്? ഞാൻ വിക്രമിൻ്റെ ഭാര്യയായിട്ട് തന്നെയല്ലേ ഈ വീട്ടിൽ കഴിയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാഷ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ പറയുന്നത് അനുസരിക്കാവുന്നവർ മാത്രം നിന്നാൽ മതി, അല്ലാത്തവർക്ക് എന്ത് വേണേലും ആവാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഒരു കവറുമായിട്ട് ബൈക്കിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ. എന്നിട്ട് മാഷിൻ്റെ അടുത്ത് വന്നിട്ട് കൊടുക്കുന്നുണ്ട്, ഇത് അച്ഛനെൻ്റെ പിറന്നാൾ സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ട് ആ കവർ കൊടുക്കുമ്പോഴേക്കും മാഷ് അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മയും നന്ദിനിയും ശ്രീജയൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അത് മേടിച്ചിട്ട് മാഷ് പറയുന്നുണ്ട്, ഞാനേ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 ജന്മം എടുത്താലും ഇതിൻ്റെ പാപം പൊറുക്കപ്പെടില്ല. ഇത് ചോരയുടെ ഗന്ധമുള്ള ഡ്രസ്സാണ്. നീ അധ്വാനിച്ചതിൻ്റെയോ നിന്റെ വിയർപ്പിൻ്റെയോ ഗന്ധം ഇതിലില്ല. ഒരു തല്ലും കൊലയും നടത്തിയതിൻ്റെ പണം കൊണ്ടൊന്നും ഉള്ളത് എനിക്കിവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാഷ് അതെടുത്ത് വിക്രമിൻ്റെ മുഖത്തോട്ട് പുച്ഛത്തോടു കൂടി വലിച്ചെറിയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വേദയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. കമലാമ്മയുടെ കണ്ണുകളും ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി തലകുനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന വിക്രമിൻ്റെ അടുത്തേക്ക് നമ്മുടെ വേദയും ചെല്ലുന്നുണ്ട്. വേദ ചെന്നിട്ട് പറയുന്നുണ്ട്, വിക്രം എന്താ വിഷമമായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വിക്രമിന് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. നിനക്കിനി എന്താ വേണ്ടത്, നിനക്ക് തൃപ്തിയായില്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ അതല്ല വിക്രം എന്ന് പറയുമ്പോഴേക്കും ഒന്ന് ചിലയ്ക്കാതെ പോടി ഇറങ്ങി, അല്ലെങ്കിലും സുധാകരൻ മാഷിൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴും കുറ്റക്കാരൻ. മാഷിൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം തകർത്ത മാഷിൻ്റെ ഒരു പുത്രനാണ് ഞാൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, വിക്രമിന് ഇപ്പോഴും സംശയമുണ്ടോ? അത് തന്നെയല്ലേ വിക്രം നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? തല്ലിയും കൊന്നും കൊല വിളിച്ചും മേടിച്ചു അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ടുള്ള ഡ്രസ്സ് വേണ്ടെന്നേ മാഷ് പറഞ്ഞുള്ളൂ. ഒരിക്കലും നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവന്നത് വേണ്ട എന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ വേദ വിക്രമിനോടായിട്ട് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് എപ്പോഴോ ഭൂതകാലത്തുണ്ടായ ഓരോ സംഭവങ്ങളിൽ നിന്ന് അതും ചുമലിലേറ്റി വീട്ടുകാർക്കും നാട്ടുകാർക്കും നാണക്കേടുണ്ടാക്കി ഇങ്ങനെ നടക്കാനായിട്ട് അച്ഛനെ കുറ്റം പറയുന്നത് എന്തിനാ? നിങ്ങൾ വലിയൊരാളായി കാണാൻ വേണ്ടിയിട്ട് എത്രയോ അധികം മനസ്സ് നൊന്നിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റേത്. നിങ്ങൾ അച്ഛനെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി തല്ലും കൂടി വിക്രമിൻ്റെ മറ്റുള്ള ശ്രീനിവാസ സാറിൻ്റെ കൂടെ തല്ലിയും കൊന്നും ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. പിന്നെ മാഷിന് ഇത്രയും ദേഷ്യം നിങ്ങളോട് വരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? 3 മക്കളിൽ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചും ലാളിച്ചും നിങ്ങളെക്കുറിച്ച് ഏറെ പ്രതീക്ഷയോടും കൂടി ഒരു ജീവിച്ച അധ്യാപകനല്ലേ അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ ഒരു അപമാനം സമൂഹത്തിലുണ്ടാകുന്ന നാണക്കേടിനെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വയസ്സാവുന്ന കാലത്ത് നിങ്ങളൊരു തണലാകുമെന്ന് ആ പാവം അച്ഛൻ വിചാരിച്ചു കാണും. ഈ അച്ഛനെ ഈ അവസ്ഥയിൽ മകനെ കാണുമ്പോൾ നിങ്ങളെ മാലയിട്ട് സ്വീകരിക്കണോ? ഇനിയെങ്കിലും ആ അച്ഛൻ്റെ മനസ്സൊന്ന് കാണാൻ ശ്രമിക്കും വിക്രം. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവിച്ചുകൂടെ? എന്നിട്ട് അധ്വാനിച്ച് ആ അച്ഛന് ഡ്രസ്സ് മേടിച്ചു കൊടുക്ക്. ആ മനസ്സ് സന്തോഷിക്കും. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ കണ്ണു നിറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമല അവിടേക്ക് വരുന്നുണ്ട്. മോൻ വിഷമിക്കണ്ട, അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. വിക്രമിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കമലാമ്മയും കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. വിക്രം വേദയോടായിട്ട് നോക്കുന്നുണ്ട്. വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. അതിനുശേഷം ഫ്രണ്ട്സിനോടായിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ജോലി വേണം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാൽ ഞാനത് ചെയ്യാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരെല്ലാം ഇങ്ങനെ വിക്രമിനെ നോക്കുകയാണ്. നിനക്കിത് ഇപ്പോഴാണോ തോന്നിയത്? നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. നിനക്ക് ഇപ്പോൾ ഈ അടിപിടിയായിട്ട് നടക്കുന്ന നിനക്ക് ആരെങ്കിലും ജോലി തരുമോടാ? വിക്രമിന് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്,
ഞാൻ അധ്വാനിച്ച് കാശ് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചോദിച്ചത്, അല്ലാതെ തല്ലാനോ കൊല്ലാനോ പോകുന്ന വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്തു പറ്റിയടാ, നിന്നെ ആരോ ശരിക്കൊന്ന് ഉപദേശിച്ചെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അന്വേഷിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ പോവുക. വിക്രം ഇങ്ങനെ പോകാനായിട്ട് പോകുമ്പോഴേക്കും, നിൽക്കടാ, നിനക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എന്ത് ജോലിയായാലും ഞാൻ ചെയ്തു കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇവൻ്റെ ഈ മാറ്റത്തിന് കാരണം ആ പെണ്ണ് തന്നെയായിരിക്കും, ആ പെണ്ണൊരു മിടുക്കി തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിലേക്ക് വരുന്നുണ്ടേ. അപ്പോഴേക്കും വരുന്ന കാണുമ്പോഴത്തേക്കിനും മാഷും കമലാമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കമലാമ്മ ഇങ്ങനെ മാഷിനോട് പറയുന്നുണ്ട്, എന്തായാലും മാഷേ, അവൻ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് എടുത്ത് എറിയേണ്ടിയിരുന്നില്ല, അവന് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും എന്നിങ്ങനെ കമലാമ്മ പറയുമ്പോഴേക്കും മാഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, അവന് മേടിച്ചുകൊണ്ട് വന്ന ആ മുണ്ടും ഷർട്ടും ഇട്ട് റോഡിലൂടെ നടക്കണമായിരുന്നോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അപ്പോഴേക്കും നാട്ടുകാർ പറഞ്ഞോളൂ, എന്നിട്ട് എല്ലാവരോടും പറയണോ താൻ തോന്നിയും ഗുണ്ടയുമായ എൻ്റെ മകൻ മേടിച്ചുകൊണ്ട് തന്നതാണെന്ന് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, എന്താ മാഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മയാണെങ്കിൽ മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ കമലത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, അമ്മേ, വിക്രം വന്നോ, ബൈക്ക് ഇരിക്കുന്നല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് വരുന്നതല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, അറിയില്ല മോളെ, നോക്കട്ടെ, ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധാകരൻ മാഷ് അമർഷത്തോടു കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് പറ്റുമോടോ തൻ്റെ മോനെ മാറ്റിയെടുക്കാൻ എന്നിങ്ങനെ കമലാമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അറിയില്ല മാഷേ, ഒരു പക്ഷേ എൻ്റെ മോൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ടായിരിക്കും ഇവള് വന്നതെന്നിങ്ങനെ കമല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെടുവീർപ്പിടുകയാണ് കേട്ടോ. ഇതേ സമയം വിക്രം ഇങ്ങനെ കട്ടിലിരിക്കുകയാണ്. വേദ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സുഖമില്ലേ, പതിവില്ലാത്ത ഒരു ഇരിപ്പാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചോ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് 24 മണിക്കൂറും CID പോലെ ഇങ്ങനെ നടന്നോളും, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്തെടുക്കുകയെന്ന് ചോദിച്ചോണ്ട് മനുഷ്യനൊരു സമാധാനം തരാതെ ഒന്ന് പോകുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തികളെ ഓർത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നുക, അല്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, അതെ, ഇതൊക്കെ മുമ്പേ ആലോചിക്കണമായിരുന്നു, ബലമായിട്ട് എൻ്റെ കഴുത്തിൽ വന്ന് താലി കെട്ടിയപ്പോൾ ഇതൊന്നും ആലോചിച്ചില്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ സഹിച്ചേ പറ്റുമെന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വിക്രമിൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സാണ് വിളിക്കുന്നത്, വർക്ക്ഷോപ്പിൽ നിന്നാണ്. എടാ, നീ രാവിലെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, നീ എന്ത് ജോലി വേണേലും എടുക്കൂ, നിനക്ക് ചുമടെടുക്കാനൊക്കെ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, വരാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും, എടാ നീ ഉറപ്പ് പറയണം, എങ്കിൽ നാളെ തൊട്ട് തന്നെ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യാം. ഗോഡൌണിലിരിക്കുന്ന വണ്ടിയിൽ വരുന്ന സാധനങ്ങൾ ചാക്ക് ചുമലിലേറ്റി ഗോഡൌണിൽ കൊണ്ട് അടുക്കി വെക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഞാൻ എന്ത് വേണേലും ചെയ്തോളാം, ഞാൻ നാളെ തൊട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോണിങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചത്, ആരാ ഫോൺ വിളിച്ചതെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, നാളെ തൊട്ടേ ഞാൻ ജോലിക്ക് പോവുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് സത്യമാണോ വിക്രം, ഞാൻ സ്വപ്നമൊന്നും കാണുന്നതല്ലല്ലോ, നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത്, നിങ്ങൾ ജോലിക്ക് പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇത് ഞാൻ നേരത്തെ തന്നെ പോകണമെന്ന് തീരുമാനിച്ചിരുന്നതാ, അല്ലാതെ നീ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും എന്തായാലും കുഴപ്പമില്ല വിക്രം, നിങ്ങൾ ജോലിക്ക് പോവല്ലേ, എന്ത് ജോലിയാ വിക്രം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വേദ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി വിക്രം, ഞാനിത് അമ്മയോടൊന്ന് പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി പോവുകയാണ് കേട്ടോ. അങ്ങനെ വേദ ഓടിച്ചെന്ന് കമലാമ്മയോടും പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാഷും കൂടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, വിക്രം നാളെ തൊട്ട് ജോലിക്ക് പോവുകയാണെന്ന്. അപ്പോൾ കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മാഷ് ഇങ്ങനെ കമലാമ്മയെ തുറിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, എന്ത് ജോലിയാ, അതൊന്നും എനിക്കറിയില്ലമ്മേ, എന്തായാലും നാളെ തൊട്ട് ചെല്ലാന്ന്
പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അടിപിടിയായിട്ട് നടക്കുന്ന അവന് എന്ത് ജോലി കിട്ടാനാ, വല്ലവരുടെയും വാടക കൊണ്ടയായിട്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്താ മാഷേ ഇത്, അവന് ഏത് നേരവും ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ.